ഹായ്, ഇച്ചാറ്റീസ് ലൈഫ് സ്റ്റൈലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമുക്ക് കുറച്ച് ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇച്ചാറ്റീം ഉള്ള നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ജോലിയെടുത്ത് ജീവിച്ചൂലേ, ഭാര്യയുടെ വീഡിയോ എടുത്തിട്ടിട്ട് കാശുണ്ടാക്കുകയാണോ, പിന്നെ അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു കമൻറ്റുകളോട് പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. ശരിക്കും പ്രതികരിക്കണമല്ല ഞാൻ ഈ പറയുന്നത്. കാരണം അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ കുറേ എന്താ പറയുക, ഞങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള കമൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഉള്ളിലൊരു ചെറിയൊരു വിഷമമെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളോട് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, ബാക്കിയുള്ള ആളുകളും വീഡിയോസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നത് തന്നെ കണ്ടന്റുകൾ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ കുറേ നല്ല നല്ല കമൻറ്റ് നമുക്ക് ഇടയ്ക്ക് തലക്കേക്ക് ഇതേപോലെ ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല ഒരു എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോസ്, കോമഡി വീഡിയോസ്, ഫൺ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലൂടെ ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഷോർട്ട് വീഡിയോസും അല്ലെങ്കിൽ ലെങ്ത് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ എന്താ പറയുക എഫേർട്ട് കാര്യങ്ങൾ ഞങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ കൂടുതലും ഞങ്ങൾ ഷോർട്ട് വീഡിയോസിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഡെയിലി 4 മണിക്ക് ഞങ്ങൾ ഇട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇടാൻ വേണ്ടി ഞങ്ങൾക്ക് ഇടാൻ സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ, ഇടാൻ പറ്റില്ല എങ്കിൽ ഞങ്ങൾ ആൾക്കാർ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇന്ന് 4 മണിക്ക് വീഡിയോ കണ്ടില്ലല്ലോ അപ്പം അങ്ങനെ ആ 4 മണിക്ക് എനിക്കെന്തോ വയ്യാതെ 4 മണിക്ക് ഞങ്ങൾ വീഡിയോ ഇടാതിരുന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ ആ ഒരു 4 മണി ആ ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും 4:30 കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് 5:30-6 മണി ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്നവരാണ് നമ്മൾ വെച്ചിട്ട് കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇന്ന് വീഡിയോ ഇടാഞ്ഞത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് ചേച്ചി അന്നത്തെ വീഡിയോ നോക്കിയിട്ട് കാണണില്ലല്ലോ, അത് ഞങ്ങൾക്ക് രണ്ടാമത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അതും എവിടെയൊന്നും മനസ്സിലാവുള്ള, ഏതാണെന്ന് മനസ്സിലാവുള്ള, അതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചല്ലോ എന്ന് പറഞ്ഞു കുറേ നമുക്ക് അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് ഇതേപോലെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ പോയിക്കൂടെ, അങ്ങനെയല്ലേ വീട്ടിൽ പോയിക്കൂടെ എന്നല്ല, നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്നത് ഒരു ജോലി തന്നെയാണെന്ന് അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് വെറുതെ ഒരു വീഡിയോ എടുത്തതന്നെയല്ല. നമ്മൾ ഒരു കണ്ടന്റ് ആലോചിച്ച് ആ കണ്ടന്റ് അനുയോജ്യമായ ഒരു സ്ഥലത്ത് ഇരുന്ന് ഇപ്പം ചില നേരം നമുക്ക് ബെഡ്റൂമിൽ ഇരുന്ന് ഓരോ കോമഡി സീൻ കാണിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം അതിൻ്റെതായ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കും, ലൈറ്റിൻ്റെ കാര്യങ്ങൾ നോക്കും. ചിലത് പുറത്ത് വീടിൻ്റെ അകത്തല്ലാതെ പുറത്ത് പോയി എടുക്കാനുള്ള വീഡിയോസ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം നമ്മൾ ആലോചിച്ച് നമ്മൾ ചെയ്യുന്നതൊക്കെ അത് ഒരു ജോലി തന്നെയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഒരു നല്ല പോലെ തന്നെ എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത്. അപ്പം ആരും അതിന് കുറ്റം പറയരുതേ എന്നല്ല ഞാൻ പറയണത്. ആ കുറ്റം പറയുന്നവർക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നു, ആ വീഡിയോ എടുത്ത് കണ്ടന്റ് ആലോചിച്ച് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കണ്ടന്റ് ആലോചിച്ച് എന്ന് ഞാൻ പറയില്ല. കാരണം ഞങ്ങൾക്ക് ചെറിയൊരു ഇപ്പം എന്നെ വെച്ചാൽ സംബന്ധിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ചെറിയൊരു ത്രെഡ് കിട്ടിയാൽ ആ ത്രെഡ് ഞങ്ങൾ ലെങ്ത് ആക്കി എടുത്തൊരു വീഡിയോ ആക്കി എടുക്കും. അത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എല്ലാവരും പറയാം, അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സംഭവം കിട്ടിയത് അത് നിങ്ങൾ അതായത് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡിൻ്റെ കാര്യം അത് നമ്മൾ പെട്ടെന്ന് കണ്ടന്റാക്കി എടുത്തത് ഒരു 30 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലൂടെ ഞങ്ങൾ എത്തിക്കാറുണ്ട്. അങ്ങനെയും ഞങ്ങൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാനും എൻ്റെ ചായയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ നാവിൽ നിന്ന് തന്നെ എന്തെങ്കിലും കോമഡി ആയിരിക്കും. ചിലപ്പോൾ അത് ഞങ്ങൾ കണ്ടന്റാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങളിവിടെ ചെയ്തുകൊണ്ട് എന്താണ് അടുക്കളയിൽ എന്തെങ്കിലും പണിയാകും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഞങ്ങൾ വർത്താനം പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാണിക്കുമ്പോൾ എന്തെങ്കിലും കോമഡി കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇത് നല്ലതാണ്, നമുക്കൊന്ന് ഇത് കണ്ടന്റാക്കിയാൽ അതിനുമ്പോൾ അങ്ങനെയും കോമഡി കണ്ടന്റുകൾ ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ചിലത് ഞങ്ങൾ വേറെ ആളുകളുടെ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ അതേപോലെ തന്നെ വേറെ ആൾക്കാരുടെ എടുത്ത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ജോലിയാണ്. അതും ആൾക്കാർ മനസ്സിലാക്കുക, എല്ലാവർക്കും മനസ്സിലാക്കാം. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയുന്നത് വെറുതെ വീഡിയോ അങ്ങനെയല്ല കണ്ടന്റുകളും കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ ആലോചിച്ച് ആര് എന്ത്
ചെയ്യണം. അതായത് ഇച്ചായി ചെയ്യേണ്ട ഇച്ചായുടെ അതായത് ഒരു കണ്ടന്റിൽ ആര് ഇപ്പം ഞാനാണോ അല്ലെങ്കിൽ ഇച്ചായി ആണോ അതിനകത്ത് മെയിനായിട്ട് വരേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കും. അതൊരു കാര്യം. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതിന് സ്പേസ് നോക്കി എവിടെ ചെയ്താലായിരിക്കും നല്ലതെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരൊറ്റ ഷോട്ടായിരിക്കില്ല, ചിലപ്പോൾ പല ആംഗിളിൽ നിന്ന് എടുക്കണം. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കണം, ബാക്കിൽ നിന്ന് എടുക്കണം, അങ്ങനെയൊക്കെ വരും. അപ്പോഴാണ് ഞങ്ങൾ ഈ ട്രൈപോഡ് ഉപയോഗിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം അങ്ങാടും തന്നെ ചെയ്യണം. പിന്നെ എവിടെയെങ്കിലും പുറത്തോട്ട് പോകുമ്പോഴാണ് ആരെങ്കിലുമായിട്ട് ഞങ്ങൾ പോകുമ്പോൾ അവരെ കൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കണം. അല്ലാതെ വീട്ടിൽ അകത്തുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ സ്വയം അങ്ങോട്ട് പരസ്പരം തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി നിൽക്കുന്ന ഷോട്ടെല്ലാം ചെയ്യുന്നത് ട്രൈപോഡിൽ നിന്നാണ്. പിന്നെ അതേപോലെ നമുക്ക് വേറെ ആൾക്കാരുടെ ഒരു കഴിഞ്ഞ ദിവസം ചെയ്തത് നമ്മുടെ റെജി ജോണിൻ്റെ വീഡിയോ അവരെ ഫോൺ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അവർ നല്ല ബെസ്റ്റായിട്ട് എടുത്തെന്ന് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഞങ്ങൾ അവരുടെയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു എഫേർട്ടാണ്. അപ്പോൾ ഇച്ചായി വിളിച്ചിട്ട് അവരോട് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യണം, ഇന്നതാണ് സീൻ, ഇന്ന പോലെ നിങ്ങൾ കാണുന്നു, അപ്പം ഞെട്ടുന്നു, ചിരിക്കുന്നു, നിങ്ങൾ പരസ്പരം നോക്കുന്നു, ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവർ അതേപോലെ തന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് ചെയ്ത് അയച്ചു തന്നത്. അപ്പോൾ അതൊരു എഫേർട്ടാണ് നമ്മൾ അത്രയും ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി അത്രയും ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീഡിയോസ് എല്ലാം എടുത്ത് അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്നത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയൊക്കെ വേണമെന്നുള്ളത്. അതായത് ഇപ്പോൾ ഞങ്ങൾ എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ആ വീഡിയോ ചിലപ്പോൾ ഒരു 2 മിനിറ്റ് ആവാം, അല്ലെങ്കിൽ 1.5 മിനിറ്റ് ആവാം, ചിലപ്പോൾ 3 മിനിറ്റ് ഉണ്ടാവാം. എടുത്ത് വരുമ്പോൾ ആ വീഡിയോ ഞങ്ങൾ മെയിനായിട്ട് വേണ്ട ഭാഗങ്ങൾ മാത്രം കറക്റ്റായി കട്ട് ചെയ്ത് എല്ലായിടത്തും ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 45 സെക്കൻഡ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു എഫേർട്ടാണ്. അതായത് ഒരു 3 മിനിറ്റ് വരുന്ന ഒരു ലെങ്ത് വീഡിയോ ചുരുക്കി എഡിറ്റ് ചെയ്താൽ മെയിൻ പാർട്ടുകൾ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ അതും എഫേർട്ടാണ്. അതിനുശേഷം ആ 45 സെക്കൻഡ് ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ എടുത്ത് അതിൻ്റെ ഇടയിൽ നമുക്ക് സ്മൈൽ ചെയ്യുന്ന ശബ്ദം, ഫണ്ണി ലാഫിങ് ശബ്ദങ്ങളോ അല്ലെങ്കിൽ നമ്മൾ തല്ലുന്ന ശബ്ദങ്ങളോ അങ്ങനെയുള്ള ഇതൊക്കെ കയറ്റി കറക്റ്റ് ആ പൊസിഷനിൽ കൊണ്ടുപോയി വലിച്ചുകൊണ്ടുപോയിട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കുന്നത് അതും ഒരു എഫേർട്ടാണ്. അതിനുശേഷം ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിലോട്ടും ഇൻസ്റ്റാഗ്രാമിലോട്ടും അങ്ങനെയുള്ള ബാക്കിയുള്ള ആപ്പുകളിലോട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എഴുതുന്ന ടൈറ്റിലും ഹാഷ്ടാഗ്സും പിന്നെ തമ്പനയിലും ഇതെല്ലാം നമ്മൾ ആലോചിച്ചും എല്ലാം അല്ലാതെ വെറുതെ വലിച്ചു വാരിയല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു വീഡിയോ എടുത്തില്ല അങ്ങനെ പിടിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാവും. വാക്ക് തർക്കവും ഒരു എഫേർട്ടാണ്. കാരണം ഞങ്ങൾ പരസ്പരം ചിലപ്പോൾ അതങ്ങനെ വെച്ച് പറഞ്ഞാൽ ശരിയല്ല, ലാസ്റ്റ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഇന്നൊരു ഗോസ്റ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിൽ ഞങ്ങൾ 2 എൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരെണ്ണം വേറൊരു എൻഡായിരുന്നു. ഒരെണ്ണം ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് ഇട്ടത് എന്നെ തൊടുമ്പോഴത്തേക്ക് പേടിച്ച് ഒച്ചരിക്കണം ആ ഒരു സീനാണ് ഞങ്ങൾ ഷോട്ടിൽ ഇട്ടത്. പക്ഷേ ഞങ്ങൾ വേറൊരു എട്ട് കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പെർഫെക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഒരു ദിവസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കണം. അതായത് ഒരു ദിവസം വെച്ചാൽ രാവിലെ വൈകുന്നേരമല്ല, ഒരു ദിവസം ചിലപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറോ ചിലപ്പോൾ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും പോയിട്ട് പുറത്തു നിന്നുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ദൂരെ എവിടെയെങ്കിലും നമ്മൾ വണ്ടിയിലെ പെട്രോൾ കാശ് അടിച്ച് വണ്ടി ഓടിച്ച് അവിടെ പോയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് വീഡിയോസ്. അതൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു ജോലിയുടെ ഭാഗം. നമ്മൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡെഡിക്കേഷനാണ് നമ്മൾ യൂട്യൂബ് എന്നുള്ളൊരു ഇതിനകത്തോട്ട്. അപ്പോൾ കുറേ പേര് നമ്മളെ പുച്ഛിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഒരു ദിവസത്തിൽ ഞങ്ങൾ ചിലപ്പോൾ 3 ദിവസത്തേക്കുള്ള വീഡിയോസ് എടുത്ത് വെക്കുന്നുണ്ട്. ചിലവരുണ്ട് ഒരു 2 ദിവസം കൊണ്ട് 2 ദിവസം, അതായത് 2 ദിവസം ശനി ഞായറോ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഒഴിവ് ടൈമിൽ ജോലിക്ക് പോകുന്നവർക്ക് ശനി ഞായറൊക്കെ നിന്നിട്ട് അവർ 10-14 വീഡിയോസ് വരെ. എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിൽ എന്നെ വിളിക്കാറുള്ളവരാണ്. അവർ പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങൾ ശനി ഞായറിൽ നിന്ന് ഞങ്ങൾ 14 വീഡിയോസാണ് അവരെടുക്കുന്നത്. അതൊക്കെ എന്താണ് യൂട്യൂബിലോട്ട് അവർ ഒരു ഡെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അതിലോട്ട് ഇരുന്ന ഒരു എഫേർട്ടാണ്. അപ്പോൾ
അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ജോലിയാണ്, ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ കുത്തിന്ന് ജോലിക്ക് പോകാതെ വെറുതെ കാശിന് വേണ്ടിയിട്ടല്ല ചെയ്യണത്. വെറുതെ കാശിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടാൽ മതി. ഇത് നിങ്ങളെയും കൂടി ഞങ്ങൾ സന്തോഷിപ്പിക്കണം, ഞങ്ങൾ ഹാപ്പി ആവണം അല്ലേ, കാണുന്നത് നിങ്ങളും ഹാപ്പിയാണ്. കാരണം ഞങ്ങളുടെ വ്യൂസ് കൊണ്ട് ഇത്ര കുറേ റിലാക്സ് കിട്ടാനുണ്ട്, ഞങ്ങൾ മനസ്സോർന്ന് ചിരിക്കാൻ പറ്റുന്നത് കൊണ്ട് കമൻറ്റൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷവും. അപ്പം അങ്ങനെ അത്രയും എഫേർട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണത്. അതുപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചോറും കറി രാവിലത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്നൊരു വീഡിയോ എടുക്കുന്നത്. അല്ലാതെ നമ്മുടെ വീട്ടിൽ വേറെ ആരും നമുക്ക് വെച്ച് തരാനോ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എഫേർട്ടുകളും കാര്യങ്ങളും എടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ തരുന്നത്. പിന്നെ അതേപോലെ എൻ്റെ കാലിൻ്റെ രോമം കൊണ്ടു, എൻ്റെ കൈയില്ലാത്ത ഡ്രസ്സ് ഇട്ടു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഞാനിടുന്ന ഡ്രസ്സ് ഞാനാണ് തീരുമാനിക്കുന്നത്, ഞാൻ ഇങ്ങനെ തീർണം എന്നുള്ളത്. അത് ഇട്ട് കഴിഞ്ഞ് ചിലവർ പറയാം കൈയില്ലാത്ത ഇട്ടു, കൈ മുക്കിയപ്പോൾ കക്ഷം കണ്ടു, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ ആ കണ്ണിലൂടെ കാണുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. നല്ലൊരു ചിന്തയുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കാതെ അഭിനയിക്കുന്ന ആൾക്കാരുടെ കയ്യും കശം നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതേപോലെ ഞാൻ പറയട്ടെ, നമ്മളൊരു സിനിമയിൽ അവരൊന്നൊരു എഫേർട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർ ഇടുന്നുണ്ട്, അതെങ്ങനെയാണ് അവർ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്. ചില സിനിമകൾ ഒരു വർഷം എടുക്കുന്നുണ്ടാവും, 3 മാസം എടുത്ത് അല്ലെങ്കിൽ 5 മാസം എടുത്ത്. ഇതെല്ലാം വരുന്നത് നമ്മളുടെ അത്രയും 5 മാസം കൊണ്ട് അവർ എടുക്കുന്ന ഈ ഷോട്ടുകളും എല്ലാം, അതായത് ചെറിയ ചെറിയ ഷോട്ടുകളും കാര്യങ്ങളും വീഡിയോ ഒരു ലെങ്താക്കി എടുത്തിട്ട് നമ്മളുടെ മുമ്പിൽ ഒരു 2.5 മണിക്കൂറിൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് നമ്മുടെ മുമ്പിൽ അവർ അത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ എഫേർട്ടാണ്, അവർ ചെയ്യുന്ന ഒരു ജോലിയാണ്. അതേപോലെ തന്നെയുള്ളൂ ഞങ്ങൾ ചെയ്യുന്ന ഒരു ജോലി. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 59 സെക്കൻഡിൻ്റെ ഒരു കണ്ടന്റാണ് നിങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്നത്. ആ കണ്ടന്റ് തന്നെ ഒരു ഫണ്ണായിട്ടോ അല്ലെങ്കിൽ ഇമോഷണലായിട്ടോ എല്ലാം ചെയ്യുന്നുണ്ട്. ആ കണ്ടന്റുകൾ ഒരു സ്റ്റോറി പോലെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നുണ്ട് അല്ലേ. ഫണ്ണായിട്ടുള്ളതാണെങ്കിൽ ഫണ്ണായിട്ടുള്ളത്, ഇമോഷണലായിട്ടുള്ളതാണെങ്കിൽ ഇമോഷണലായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. ആ സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഞങ്ങൾക്ക് വേണമെന്നല്ല പറയുന്നത്, പക്ഷേ അതുപോലത്തെ ഒരു എഫേർട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കുഞ്ഞു യൂട്യൂബേഴ്സ് ഇടുന്നത്. അപ്പം അതിൽ നമ്മളിങ്ങനെ പുച്ഛിക്കാൻ വരുമ്പോൾ അതൊരു ഭയങ്കര എന്താണ് ഉള്ളിലൊരു നമുക്കൊരു വിഷമം തോന്നണം. അത് ചിലവർ പറയൂല, നമുക്ക് വിഷമമുണ്ട്, അവർ പറയട്ടെ എങ്ങനെ പറയട്ടെ എന്ന് പറയുമെങ്കിലും നമുക്കുള്ളിൽ ഒരു ഇതുണ്ടാവും. എൻ്റെ കാലിലെ രോമം കണ്ടെന്ന് പറഞ്ഞത്, ഞാൻ കാലിലെ രോമം കടന്നുകൊണ്ട് എന്നെ കുറേ കളിയാക്കിയിട്ടുണ്ട്. ആണുങ്ങളുടെ കാല് പോലെ ഇരിക്കുന്നത്, പെണ്ണുങ്ങളുടെ കാലിൽ ഇങ്ങനെ ഇത്ര രോമം പാടില്ല, രോമമുള്ളത് നല്ലതാണ്. ഞാൻ പച്ചപ്പറയെ പറയാം, കുറേ കമന്റ് വന്നിട്ടുണ്ട്. രോമമുള്ളത് എന്താണ് വികാരമുള്ളവർക്കാണ് ഇത്രയും രോമമുള്ളത്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ കമന്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇവർ ഈ വീഡിയോസ് നോക്കാതെ ഈ കാലം നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോസിന് കുറേ പേര്, നമ്മുടെ വീഡിയോസ് എന്നല്ല കുറേ മറ്റുള്ള വീഡിയോസിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും വീഡിയോസിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണിക്ക് പോയി ജീവിച്ചൂടെ, ഭാര്യ വിറ്റ് കാശ് ഉണ്ടാക്കണേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ കമൻറ്റ് കാര്യങ്ങൾ. അതൊക്കെ മനസ്സിലാക്കുക. നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഞങ്ങൾ വരുന്നത് ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് നിങ്ങളെ സന്തോഷിക്കണേ ഞങ്ങളൊരു സന്തോഷം കൂടിയാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞങ്ങൾ ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പം അതിനിങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും. എന്നാലും നമ്മൾ വെറുതെ ഇരുന്നാണ് കാശുണ്ടാക്കണമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇച്ചിരി കുത്തും. വെറുതെ ഒന്നുമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഇരുന്നല്ല ഞങ്ങൾ കാശുണ്ടാക്കണം, ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് നല്ല ജോലി, അതായത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഏണിങ്സ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന അല്ലേ, യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് തക്കതായ പ്രതിഫലം തന്നിട്ടാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാരും എന്താ പറയുക, യൂട്യൂബിലുള്ളവരായാലും യൂട്യൂബ് ചെയ്യുന്ന, യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്ന, യൂട്യൂബ് ഷോർട്സ് വീഡിയോസ് ചെയ്യുന്ന ഞങ്ങളാരും വെറുതെ കുത്തിയിരുന്നുണ്ടാക്കുന്ന കാശല്ല, ഞങ്ങൾ പ്രയത്നിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. വെറുതെ ഇരുന്നല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങളും ഞങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ കണ്ടന്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു പവർ ഞങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ
ഓരോ ഫാമിലി വ്ളോഗേഴ്സ് ആയാലും ഓരോ കപ്പിൾ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായാലും ഫൺ വീഡിയോസ് ചെയ്യുന്നവരായാലും വേറെ കോപ്പി അടിച്ചിട്ടാണ് അതാണ് പറയണമെങ്കിലും കോപ്പി അവരങ്ങാട് പകർത്തി വെക്കണമല്ല, ആ കണ്ട കോപ്പി അവർ ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ചെയ്ത വീഡിയോ വേറെ മറ്റുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോൾ സന്തോഷവും, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ വീഡിയോ അവരെടുത്ത് ചെയ്തല്ല, നമ്മൾ ചെയ്ത കണ്ടന്റ് അവർ ചെയ്തല്ല. അപ്പം നമ്മളും ശ്രദ്ധിക്കപ്പെടലുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു ഇത് വരും. എനിക്കങ്ങനെ തോന്നാറുണ്ട്. കാരണം നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് മറ്റുള്ളത് ചെയ്യുമ്പോൾ അയ്യോ നമ്മൾ ചെയ്ത വീഡിയോ ചെയ്യണ്ടാവും, അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാർ നമ്മളെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ എന്താ പറയുക, എനിക്ക് ഒരിതാണ് നമ്മളുടേതായ. അതായത് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തല്ലോ എന്ന് പറഞ്ഞല്ലോ, ആ ചെയ്ത ഞങ്ങളെ തന്നെ വർത്തിയാണ് വെച്ചേക്കണം. അവരവരുടേതായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം അതും എന്താണ്, ഒരു ജോലിയാണ്, അത് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അല്ലാതെ മറ്റേത് കോപ്പിയടിച്ച് ഇത് കോപ്പിയടിച്ചെന്ന് പറഞ്ഞൊരു ഇതില്ല. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ കോപ്പിയടിച്ച് എഴുതണ പോലെയല്ല, അത് മറ്റാൾ എഴുതിയത് തന്നെ പകർത്തി വെക്കണതാണ്. ഇത് അങ്ങനെയല്ല, ഇത് ഞങ്ങൾ ചെയ്തത് അവരവരുടേതായ രീതി ചെയ്യുന്നതാണ്. മനസ്സിലായോ? ആളുകൾ വ്യത്യാസമുണ്ട്, സ്ഥലം വ്യത്യാസമുണ്ട്, ടൈറ്റിൽ വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസപ്പെടുത്തിയാണ് എല്ലാവരും മുന്നിലോട്ട് എത്തിക്കണം. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം. അല്ലാതെ വെറുതെ ചൊറി കുത്തിയിരുന്ന് വെറുതെ കാശുണ്ടാക്കണേ അല്ല. അല്ലെങ്കിൽ ഭാര്യനെ വിറ്റ് കാശുണ്ടാക്കണേ, അങ്ങനെയൊക്കെ കമൻറ്റ് വരാറുണ്ട് നമുക്ക്. ഭാര്യനെ വിറ്റ് ഭാര്യനെ പ്രദർശിപ്പിച്ച് നിർത്തിയിട്ട് കാശുണ്ടാക്കണേന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് വരാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന ഒരു ജോലി അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ കണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താം. അത്രേ ഉള്ളൂ. ഇനി പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നീണ്ടു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ പുച്ഛിച്ച് തള്ളിയവരൊക്കെ ഇത് കാണാനുണ്ടാവും എന്നെനിക്കറിയാം. കാരണം നമ്മളെ കളിയാക്കിയവരും എല്ലാവരും ഒരു പേരുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ ചാനൽ തുടങ്ങിയപ്പോഴായാലും ചാനൽ തുടങ്ങി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പുച്ഛിച്ച് തള്ളിയവരുണ്ടാവും. പിന്നെ 100 സബ് 200 സബ് 300 സബ് കയറി വരുമ്പോഴത്തേക്കും 300 400 എന്ന് പറഞ്ഞവരുണ്ടാവാം. പിന്നെ 1 ലക്ഷം ആയപ്പോഴത്തേക്കും 1 ലക്ഷം ഇവർക്ക് കുറേ കാശ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് 1 ലക്ഷം സബ്ബായില്ലേ, പ്ലേ ബട്ടൺ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ടാവാം. ആ ചിന്തിക്കുന്നവരൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ ചെറിയ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇടങ്ങ് കുത്തുന്നത്. അത് ഫാമിലിയിലായാലും ഉണ്ടാവാം, റിലേറ്റീവ്സിൻ്റെ ഇടയിലുണ്ടാവാം, അയൽവക്കക്കാരുടെ ഇടയിലുണ്ടാവാം, ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടാവാം. അപ്പം അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുക. കുറേ കുത്തുവാക്കുകളും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ട് ഇറങ്ങി തിരിച്ച കുറേ കുത്തുവാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പം അതിൻ്റെ ഒന്നും ഓർത്ത് ആരും വിഷമിക്കരുത്. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു ജോലിയാണ്. അപ്പം അതിനുള്ള പ്രതിഫലം നമുക്ക് യൂട്യൂബ് തരുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ സന്തോഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ പുതിയതായിട്ട് ചാനൽ തുടങ്ങണം എല്ലാവരും. ചാനലൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ നല്ല നല്ല കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ.